നമസ്കാരം. ഞാൻ വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇത് ജിംനിയാണ്. ഞാനൊരു ജിംനി എടുത്തായിരുന്നു. ആൾട്ടോ ഉണ്ട്. അപ്പോൾ പഴയ ആൾട്ടോയുടെ കുറേ വീഡിയോസ് ഞാൻ ചെയ്തത് നേരത്തെ ഡിലീറ്റ് ആയി പോയായിരുന്നു യൂട്യൂബിൽ നിന്ന്. ഇപ്പോൾ ഞാൻ പുതിയ ഇതിൽ എടുത്തായിരുന്നു ജിംനി. അപ്പോൾ ജിംനിയുടെ ഒരു മെയിൻ വിഷയം എന്ന് പറയുന്നത് എല്ലാവരും പറയണത് അതിൻ്റെ മൈലേജ് ആയിരുന്നു. ഇപ്പം എൻ്റെ ഫസ്റ്റ് സർവീസ് ഇന്ന് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ ട്രിപ്പ് 4ഉം ട്രിപ്പ് 5ഉം ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ട്രിപ്പ് 4 എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ അടിച്ചാണ്. ഇടയ്ക്ക് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് 14.9 കാണിക്കുന്നത്. അപ്പോൾ ഇത് 17.3 വരെ ഇതിൻ്റെ ഒരു മൈലേജ് എന്ന് വെച്ചാൽ സിറ്റിയും ഹൈവേയും കൂടെ ചേർത്താണ് 17.3 വരുന്നത്. അപ്പോൾ ഇത് മൈലേജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഡ്രൈവിൻ്റെ ക്വാളിറ്റി കൂട്ടാമെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ ഇനി തുടർന്ന് കാണുക. അതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഈ ജിംനിയിൽ മൈലേജ് ഒന്നും ചെയ്യേണ്ട, നമ്മൾ വളരെ സിമ്പിളാണ്. നമ്മളെ ഡ്രൈവിംഗ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി, ആവശ്യത്തിനുള്ള മൈലേജ് കിട്ടും. ഇപ്പോൾ 17.3 കിട്ടിയിട്ടുണ്ട്. 14.9 നോർമൽ ഒരു ഇതിൽ കാണിക്കുന്നുണ്ട്. 16 എത്രയും കണ്ടാണ് ജിംനി ക്ലെയിം ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടുതൽ നമുക്ക് ഹൈവേയിൽ എടുക്കാൻ പറ്റും. സിറ്റിക്കകത്ത് ഒരു ഏകദേശം അധികം പ്രതീക്ഷിക്കേണ്ട, ഒരു 10 8 റേഞ്ചേ കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ കുറേ ദിവസമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സർവീസ് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഫസ്റ്റ് സർവീസിൽ വലിയ സർവീസിംഗ് ഒന്നുമില്ല ചെയ്തതെന്ന് പറയുന്നത് അവർ ജസ്റ്റ് ഒന്ന് ഓയിൽ ടോപ്പപ്പും ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ, അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യിപ്പിച്ച്, അതേപോലെ സൈലൻസറിൻ്റെയും കോട്ടിങ് ചെയ്യിപ്പിച്ച്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ചെയ്യേണ്ടി വന്ന റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ആൾട്ടോയിൽ ഇതേപോലെ ഞാൻ എടുത്ത ടൈമിന് ഇപ്പോൾ 13 വർഷമായി. എടുത്ത ടൈമിന് സൈലൻസറിൽ തുരുമ്പ് പറ്റിയായിരുന്നു. ആ തുരുമ്പ് പറ്റിയതിൻ്റെ ഒരു പ്രശ്നം വന്നായിരുന്നു. അതുകൊണ്ട് സൈലൻസർ കോട്ടിങ് ഇപ്പോഴേ ഞാൻ ചെയ്യിപ്പിച്ച്, അതുപോലെ അണ്ടർ ബോഡി കോട്ടിങ് ഞാൻ അങ്ങ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ചിലവർ വേണ്ടാന്നും പറയും, കമ്പനി ചെയ്തു തരുന്നുണ്ടെന്ന് പറയും. എന്നാലും സൈലൻസറും ഇതും കൂടെ കമ്പനിയുടെ ഇതുവഴി തന്നെയാണ് ചെയ്തത്. മാരുതി സുസുക്കിയുടെ വലിയ റേറ്റ് ഒന്നും ആയിട്ടില്ല. ഞാൻ മാരുതി ആൾട്ടോ ചെയ്തതിൻ്റെ അതേ റേറ്റ് ആയുള്ളൂ. ഞാൻ കഴിഞ്ഞ തവണ ആൾട്ടോ ചെയ്തത് 3M പെയിന്റ് എടുത്ത് ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്താണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഏകദേശം ഒരു 1500 എത്രയും കണ്ടേ ആയുള്ളൂ. ഇത് അണ്ടർ ബോഡി കോട്ടിങ്ങിന് പെയിന്റ് ഉൾപ്പെടെ ചാർജ് ഉൾപ്പെടെ 2200 വന്ന്, പിന്നെ സൈലൻസർ കോട്ടിങ്ങിന് 1500, ടോട്ടൽ രണ്ടും കൂടെ 4500 കണ്ട ആയിട്ടുള്ളൂ എനിക്ക്. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിൽ ഫസ്റ്റ് സർവീസിൽ തന്നെ ഞാൻ ചെയ്യിപ്പിച്ചെന്ന്. പിന്നെ ഈ മൈലേജ് നമുക്കത് എങ്ങനെ ജിംനിയിൽ ഇത് ചെയ്യാൻ പല കാര്യങ്ങളും ഞാൻ ഇതിൽ നോട്ടീസ് ചെയ്തായിരുന്നു. അത് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അതുവരെ എൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ്.